കാവാലം നാരായണ പണിക്കർ ഓർമ്മയായിട്ട് 8 വർഷം പിന്നിടുകയാണ്. തനത് നാടകവേദിക്ക് തലതൊട്ടപ്പനായ കാവാലം നാടക ലോകത്തെ മുന്നിലെത്തിച്ചു. കവിയും നാടകകൃത്തുമായ കാവാലം നാരായണ പണിക്കരുടെ വിയോഗത്തിന് 8 വയസ്സായി. തനത് നാടകവേദിയിലൂടെ തലതൊട്ടപ്പനായി മലയാള നാടക പെരുമയുടെ ലോകമെങ്ങും കൈപ്പിടിച്ച് നടത്തിയ വ്യക്തിയാണ് കാവാലം നാരായണ പണിക്കർ. കാവാലം ചുണ്ടനിലൂടെ മാത്രം അറിയപ്പെട്ട കുട്ടനാടൻ ഗ്രാമത്തെ ലോകത്തിനു മുന്നിൽ മറ്റൊരു ഭാവതലത്തിൽ മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും മുഖമുദ്രയായ കഥകളി, ഓട്ടംതുള്ളൽ, കൂത്ത, കൂടിയാട്ടം തുടങ്ങിയ ക്ലാസിക്കൽ കലകളെയും തെയ്യവും തെറിയും പടയണിയും ഉൾപ്പെട്ട അനുഷ്ഠാന കലകളെയും കാക്കാരശ്ശി നാടകം പോലുള്ള നാടോടി കലാരൂപങ്ങളുടെയും പാരമ്പര്യവും സവിശേഷതയും സന്നിവേശിപ്പിച്ച പ്രാദേശിക തനിമയിലൂടെ അദ്ദേഹം പരിചയപ്പെടുത്തി. പരമ്പരാഗത നാടക സങ്കല്പങ്ങളെ പൊളിച്ചെഴുത്തുകൊണ്ട് നാടകത്തിലെ നിറപ്പൊലിമയുടെ ചുടുചലനമാക്കി തുറസായ സ്ഥലങ്ങളിലേക്ക് പോലും ഇറക്കിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം മുതിർന്നതിൻ്റെ പ്രധാന കാരണം അതുവരെ ഉണ്ടായിരുന്ന നാടകങ്ങൾക്ക് മലയാളിയുടെ ആത്മഭാവി മാറാൻ സാധിച്ചില്ലെന്ന തിരിച്ചറിവാണ്. നമ്മുടെ പാരമ്പര്യത്തിലല്ല നമ്മുടെ നാടകവേദികളുടെ വേരുകൾ എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം നാടൻ പാട്ടുകളും നാടോടിപ്പാട്ടുകളും വായ്മൊഴിയുമായി പകർന്നു വന്ന പഴഞ്ചൊല്ലുകളുമൊക്കെ നാടകത്തിൽ ഉൾച്ചേർത്തു. യഥാർത്ഥ നാടകങ്ങളുടെ ബാഹുല്യവും അവയിലെ പ്രമേയ സ്വീകരണത്തിലും പ്രതിപാദന രീതിയിലും അവതരണത്തിലും പ്രകടമായ കൃത്രിമത്വവും ക്രമേണ നാടോടി കലകളിലേക്കും തനതു പാരമ്പര്യങ്ങളിലേക്കും തിരിയുവാൻ കാവാലം ഉൾപ്പെടെയുള്ള നാടക പ്രവർത്തകരെ പ്രേരിപ്പിച്ചു. നിറപ്പൊലിമയോടുകൂടിയ രംഗചലനങ്ങളോടും താളാത്മകമായ ചുവടുവെപ്പോടും കൂടി പാരമ്പര്യ നാടകവേദിയിൽ നിന്നും വ്യതിചലിച്ച തുറസായ സ്ഥലത്തുപോലും അവതരിപ്പിക്കുന്ന കാവാലത്തിൻ്റെ ശൈലി ഏറെ പ്രേക്ഷകരുടെ മനം കവർന്നിരുന്നു. ECV ന്യൂസ്, കോഴിക്കോട്.